എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ സമരസമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി ഇന്നു രാവിലെ ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഉറപ്പും ലഭിച്ചിട്ടില്ലെന്നും സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു. സർക്കാർ ഈ വിഷയം ലാഘവത്തോടെയാണ് കാണുന്നതെന്നും ചർച്ച തെറ്റിപ്പിരിക്കുകയായിരുന്നുവെന്നും വി.എസ്. അച്യുതാനന്ദൻ പ്രതികരിച്ചു. രാവിലെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിലാണ് എൻഡോസൾഫാൻ സമരസമിതി പ്രവർത്തകർ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത്. ദുരിതബാധിതർക്ക് സർക്കാർ ഉറപ്പ് നൽകിയ ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന ചർച്ചയിൽ വി.എസ്. ആവശ്യപ്പെട്ടു. ദുരിതബാധിതരായ മുഴുവൻ പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും വി.എസ്. അറിയിച്ചു. എന്നാൽ നാളെ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി രൂപീകരിച്ച സെല്ലിന്റെ യോഗം ചേരുന്നുണ്ടെന്നും അവിടെയെത്തി ഇക്കാര്യങ്ങൾ അറിയിക്കാനുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഇന്ന് ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. തുടർന്ന് ചർച്ച ഫെബ്രുവരി 3 മാറ്റി. ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. യോജിക്കാതെ പിരിയാണ് ചെയ്തിട്ടുള്ളത്. തെറ്റിപ്പിരിയ എന്നതിന് പച്ച മലയാളത്തിൽ പറയും. പരിഹാരമുണ്ടാകാതെ നാട്ടിലേക്ക് മടങ്ങില്ലെന്നും സമരം തുടരുമെന്നും എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി വ്യക്തമാക്കി. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കൃത്യമായ കണക്കുകൾ പോലും മുഖ്യമന്ത്രിയുടെ അടുത്തില്ല. അത് കൊടുക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുമില്ല. അതറിയുന്ന ആളുകൾ ആരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല. ഇത് സത്യത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ഈ ചർച്ച എന്ന് പോലും സംശയിച്ചൊരു ഘട്ടം വന്നുപോയി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2010 ശുപാർശ ചെയ്ത ധനസഹായം നടപ്പാക്കുക, ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളി ജപ്തിയിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും അമ്മമാരും നടത്തുന്ന അനിശ്ചിതകാല പട്ടിണി സമരം 4ാം ദിവസവും തുടരുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.